എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദാസ്. ഇപ്പോൾ മിത്രാസ്ത്ര അക്കാദമിയിലാണുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലഗ്നം എന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ തത്വത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വിവരിച്ചു തരുന്നത്. ലഗ്നം, അതെ, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ജാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഗ്രഹനില നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വേർഡാണ് ലഗ്നം അല്ലെങ്കിൽ ല എന്ന് പറയുന്നത്. ഇതെന്താണ് ഈ സംഭവം? അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ് അല്ല, ഒരു വീഡിയോ, ചെറിയ വീഡിയോ. അപ്പോൾ ഈ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലഗ്നം എന്ന് ഇപ്പോൾ നമ്മുടെ തിയറി പ്രകാരം ലഗ്നം എന്നത് ആത്മാവ് അല്ലെങ്കിൽ ആത്മാവ് നിൽക്കുന്ന കള്ളി അല്ലെങ്കിൽ ആത്മാവ് വന്ന വഴി എന്നാണ് നമ്മൾ പറയുക ലഗ്നത്തെ. ഓക്കെ, അപ്പോൾ ഈ ലഗ്നമാണ് നമ്മുടെ ആത്മാവ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ പറയുമ്പോൾ ഈ ലഗ്നത്തെ നമ്മുടെ ആത്മാവായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ലഗ്നം ഏത് കള്ളിയിലാണോ? അപ്പോൾ ഇവിടെ ലഗ്നം നിൽക്കുന്നത് മീനത്തിലാണല്ലേ. അപ്പോൾ ഈ മീനം കള്ളിയാണ് നമ്മുടെ ഒന്നാം ഭാവമായിട്ട് വരാം. ലഗ്നം ഏത് കള്ളിയിൽ നിൽക്കുന്നോ അത് നമ്മുടെ ഒന്നാം ഭാവം. ഓക്കെ, അപ്പോൾ ഈ പിന്നെ ലഗ്നത്തെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ലഗ്നം ഒരു നക്ഷത്രത്തിലായിരിക്കും നിൽക്കുക. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിലായിരിക്കും നിൽക്കുക. അതുപോലെ ലഗ്നത്തിനും ഒരു നക്ഷത്രം ഉണ്ടായിരിക്കും. ആ നക്ഷത്രത്തിലൊരു പാദത്തിലായിരിക്കും ലഗ്നം നിൽക്കുക. ഈ നക്ഷത്രത്തിന്റെ പാദത്തെ വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറയാം. ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും, അതുപോലെ ആ ലഗ്നം നിൽക്കുന്ന കള്ളി അല്ലെങ്കിൽ രാശി ഏതായിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തിയെ നോക്കി കാണാം. ആ വ്യക്തി എങ്ങനെയാണ് ആളുടെ ലൈഫ് പോവുക, ആള് മുൻജന്മത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ആ ലഗ്നം വെച്ചിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലഗ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത്, അതായത് ഈ ലഗ്നം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഈ ഗ്രഹങ്ങളെ പോലെ തന്നെ ഒരു തത്വമാണ് ഈ ലഗ്ന തത്വം എന്ന് പറയുന്നത്. ഈ ലഗ്നം നമ്മുടെ ഭൂമി മീൻസ് കാലചക്രം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാ ഗ്രഹങ്ങളും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ലഗ്നം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഓരോ നക്ഷത്രത്തിൽ കൂടി ഓരോ പാദത്തിൽ കൂടി ഇത് കടന്നു പോകും. അപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ലഗ്നം എവിടെയാണോ നിൽക്കുന്നത്, ഏത് നക്ഷത്രത്തിലാണോ, ഏത് നക്ഷത്ര പാദത്തിലാണോ നിൽക്കുന്നത്, അതാണ് നമ്മുടെ ഈ ലഗ്നം നിൽക്കുന്ന നക്ഷത്രമായി വരും. ഇപ്പൊ നമ്മൾ ചന്ദ്രൻ നിൽക്കുമ്പോൾ പറയാറില്ലേ, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെയാണല്ലോ നമ്മുടെ ജന്മ നക്ഷത്രമായിട്ട് പറയുന്നത്. അതുപോലെ ലഗ്നം നിൽക്കുന്ന നക്ഷത്രത്തിനും പ്രാധാന്യമുണ്ട് നമ്മുടെ തിയറി പ്രകാരം. ഓക്കെ, അപ്പോൾ ഇതാണ് ലഗ്നം എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഈ ലഗ്നം വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കള്ളികളെ എണ്ണുന്നത്. ലഗ്നം ബേസ് ആയിട്ട് നിർത്തിയിട്ട് അത് ഒന്നാം ഭാവമായിട്ട് എടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങുക. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അദ്ദേഹത്തിന്റെ ലഗ്നം വരുന്നത് മീനത്തിലാണല്ലേ, മീനം. അപ്പൊ ഇദ്ദേഹം ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീനത്തിൽ ലഗ്നം വരുമ്പോൾ മീനത്തിൽ ലഗ്നം വരുന്ന കാര്യമാണ് പറയുന്നത്. അത് പൂരുട്ടായ നക്ഷത്രത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഗവൺമെന്റ്, അതുപോലെ എന്താ പറയാ, ടീച്ചിങ്, മെഡിസിൻ, അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആൾക്കൊരു കർമ്മയുണ്ട്. അത് മുൻജന്മവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മയായിരിക്കാം. ആ കർമ്മയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ഭൂമിയിൽ ജന്മം എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ലഗ്നം വെച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ട് ഡീകോഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ലഗ്നം വരുന്നത് എവിടെയാ? ചിങ്ങത്തിലാണല്ലേ. അപ്പൊ ചിങ്ങം കള്ളി അല്ലെങ്കിൽ ആ രാശിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സൂര്യന്റെ റേഡിയേഷൻ ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ സൂര്യന്റെ റേഡിയേഷൻ അവിടെയും വരുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ ഈ വ്യക്തിയുടെ ജീവിതം പല കാര്യങ്ങൾക്ക് വേണ്ടി തേടിപ്പോകുന്ന ഒരു ലൈഫായിരിക്കും ഈ വ്യക്തിക്ക് എന്ത് കാര്യവും ഇങ്ങോട്ട് വരില്ല, ഇദ്ദേഹം തേടിപ്പോണ്ടി വരും. എഫർട്ട് എടുത്ത് വേണം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ. ഓക്കെ, അവിടെ ചിക ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അങ്ങനെ ആണെന്നില്ല, പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇൻട്രോവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യക്തിക്കും ഈ പറഞ്ഞ പോലെ ആത്മീയ മേഖല അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന മേഖലയിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മുൻജന്മത്തിലെ കർമ്മ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം കേട്ടോ. മുൻജന്മ കർമ്മ എടുക്കുമ്പോൾ ലഗ്നം മാത്രമല്ല എടുക്കുന്നത്, അതിന് വേറെയും ടൂളുകളുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതാണ് ലഗ്നത്തിന് ഇങ്ങനൊരു പ്രാധാന്യം ഉണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.